ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. ടൂർണമെന്റിന്റെ ഫൈനൽ ഡിസിഷൻ ജൂലൈ 13 പുറത്തു വരും എന്ന ന്യൂസാണ് നിലവിൽ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും ടൂർണമെന്റ് കളിക്കാൻ തയ്യാറാണ് എന്നും ഏഷ്യ കപ്പിന്റെ ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട് എന്നുമുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5 മുതൽ 21 വരെ ടൂർണമെന്റ് നടക്കും എന്നാണ് കാണുന്നത്. സെപ്റ്റംബർ 7 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. BCCI ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ബോർഡിന് ടൂർണമെന്റ് കളിക്കാൻ യാതൊരുവിധ കുഴപ്പവുമില്ല. കാരണം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രധാന റവന്യൂ സോഴ്സ് ഏഷ്യ കപ്പാണ്. ഈ സെപ്റ്റംബറിൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ അത് നടത്താൻ വേറെ വിൻഡോ ഉണ്ടാകില്ല. എല്ലാ ബോർഡിന്റെയും പ്രശ്നം പൈസ തന്നെയായിരിക്കുമ്പോൾ ടൂർണമെന്റ് എന്തായാലും നടന്നേക്കും. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ ശ്രീലങ്ക പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശുമായി ഓഗസ്റ്റിൽ നടക്കാനിരുന്ന പരമ്പര മാറ്റിവെച്ചതോടെ ആ ടൈമിൽ സെയിം മോഡലിലുള്ള മറ്റൊരു പരമ്പര കളിക്കാൻ ശ്രീലങ്ക ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. BCCI ഇതുവരെ ഇതിന് റെസ്പോൺസ് കൊടുത്തിട്ടില്ല. ഇന്ത്യൻ താരങ്ങളുടെയും കോച്ചിന്റെയും കൂടി അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രമേ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ റെസ്പോൺസ് കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഏകദിനവും 3 T20യും ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പരമ്പര നടക്കുകയാണെങ്കിൽ രോഹിത്തും കോഹ്ലിയും തിരികെ വരുന്നത് കാണാൻ പറ്റും. ഒപ്പം ബംഗ്ലാദേശ് പരമ്പര മുന്നോട്ട് പോകില്ല എന്ന് കരുതിയാണ് സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ പേര് കൊടുത്തത്. ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന തുകയാണ് സഞ്ജുവിന് ലഭിച്ചതും. എന്നാൽ ഇന്ത്യ ശ്രീലങ്ക പരമ്പര മുന്നോട്ട് പോയാൽ സഞ്ജുവിന് KCL ഫുൾ കളിക്കാൻ പറ്റത്തുമില്ല. കാര്യങ്ങൾ എങ്ങനെയാകുമെന്നത് കണ്ടറിയാം.